നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റാനുള്ള മരുന്ന് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലല്ല, നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലോ? അതെ, ഇങ്ങനെയൊരു ശക്തമായ ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വാ, നമുക്ക് തുടങ്ങാം. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഈ അറിവുണ്ടല്ലോ, ഇതിന്റെ ഉറവിടം പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ അപ്നെ ചികിത്സിക് സ്വയം ബനിയെ എന്ന ഹിന്ദി പുസ്തകമാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡോക്ടറാകൂ എന്നാണ്. ആ പുസ്തകത്തിലെ ആഴത്തിലുള്ള അറിവിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതൊരു ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? സാധാരണ നമ്മൾ അസുഖം വന്നാൽ എപ്പോഴും പുറത്തേക്കാണ് നോക്കുക, അല്ലേ? ഡോക്ടർമാരെ കാണും, മരുന്നു കഴിക്കും. എന്നാൽ യഥാർത്ഥ രോഗശാന്തി നമ്മുടെ ചിന്തകളിലും മനോഭാവത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നതെങ്കിലോ? ഈ ഒരു സാധ്യതയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞ, ഇതാണ് ഏറ്റവും വലിയൊരു റിയാലിറ്റി. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ല. നിങ്ങളുടെ ഉള്ളിലെ പേടികള്, വിഷമങ്ങള്, ആഗ്രഹങ്ങള്, ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമല്ലേ ശരിക്കും അറിയൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ സുഖപ്പെടുത്താൻ ഏറ്റവും കഴിവുള്ള ഡോക്ടറും നിങ്ങൾ തന്നെയാണ്. അപ്പോ നമ്മളാണ് നമ്മുടെ ഏറ്റവും നല്ല ഡോക്ടർ എങ്കിൽ രോഗത്തിന്റെ യഥാർത്ഥ കാരണം പിന്നെ എവിടെ പോയി നമ്മൾ അന്വേഷിക്കും? ശാരീരികമായ ലക്ഷണങ്ങൾക്കൊക്കെ അപ്പുറം നമ്മുടെ എല്ലാ അസ്വസ്ഥതകളുടെയും തുടക്കം നമ്മുടെ മനസ്സിൽ നിന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ അസുഖങ്ങൾ. അസൂയ, സ്വാർത്ഥത, പ്രതികാരം ചെയ്യാനുള്ള തോന്നൽ, അടങ്ങാത്ത ദേഷ്യം, ഞാൻ എന്ന ഭാവം, പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർത്തുള്ള ടെൻഷൻ. ഇവ വെറും വികാരങ്ങളല്ല, ശരിക്കും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നു തിന്നുന്ന വിഷങ്ങളാണ്. ഈ ഒരു ആശയം എത്രത്തോളം സത്യമാണെന്ന് നോക്കിക്കേ. വേദനയും നരകവും നമുക്ക് അനുഭവപ്പെടുന്നത് മനസ്സ് ഇത്തരം വിനാശകരമായ വികാരങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ മാത്രമാണ്. അതായത്, നമ്മുടെ ഉള്ളിലെ ലോകം എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ പുറമേയുള്ള ജീവിതവും. പണം, പ്രശസ്തി, നല്ല പേര്, ഇതിന്റെയൊക്കെ പിന്നാലെയുള്ള ഈ ഓട്ടമില്ലേ, അതാണ് നമ്മുടെ ജീവിതത്തിലെ സമാധാനം കളയുന്നത്. എനിക്കത് വേണം, ഇത് നേടണം എന്നുള്ള ചിന്തകൾ നമ്മളെ ഒരു ചങ്ങലയിലിട്ട പോലെയാണ്. അത് നമ്മളെ സങ്കടത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ മാനസിക വിഷയങ്ങൾക്കെല്ലാമുള്ള മറുപടി എന്താ? അതിനുള്ള വഴിയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ധർമ്മത്തിന്റെ പാത. ഇതിനെയാണ് ധർമ്മബുദ്ധി എന്ന് പറയുന്നത്. അതായത് ശരിയായ ഒരു ചിന്താരീതി. ഇത് ശരിക്കും ഒരു മെന്റൽ ക്ലീനിംഗ് പ്രോസസ്സ് പോലെയാണ്. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളാകുന്ന അഴുക്കുകളെ കഴുകിക്കളഞ്ഞ് പകരം നല്ല പോസിറ്റീവായ, സ്പിരിച്വലായ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് യഥാർത്ഥ രോഗശാന്തിയുടെ ഫൗണ്ടേഷൻ. നല്ലൊരു ഉദാഹരണം നോക്കാം. ഒരു വീട്ടിലേക്ക് നല്ല കാറ്റും വെളിച്ചവുമൊക്കെ കയറി വരുമ്പോൾ ആ വീട് എത്ര ഫ്രഷാവും, അല്ലേ? അവിടെ താമസിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. അതുപോലെ തന്നെയാണ് ശുദ്ധമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും വരുമ്പോൾ നമ്മളും ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരുമായി മാറും. അപ്പോ ഈ ധർമ്മബുദ്ധി എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാ? അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാല് ഒരു 3 താക്കോലുകളുണ്ട്. പൂർണ്ണമായ സൗഖ്യം നേടാൻ നമ്മളെ സഹായിക്കുന്ന 3 താക്കോലുകൾ. ഒന്നാമത്തെ താക്കോലാണ് മൈത്രി ഭാവന. അതായത് ലോകത്തുള്ള എല്ലാത്തിനോടും ഒരു സൗഹൃദം, ഒരു സ്നേഹം. ഈ ഒരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ വെറുപ്പും ദേഷ്യവുമൊക്കെ പതിയെ ഇല്ലാതാകും. അതിനുള്ള ഏറ്റവും നല്ല മരുന്നാണിത്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. നമ്മളോട് ശത്രുത കാണിക്കുന്നവരിലും ഒരു സുഹൃത്തിനെ കാണാൻ ശ്രമിക്കുക. 2. ദേഷ്യം വരുത്തുന്നവരോട് ക്ഷമിക്കാൻ പഠിക്കുക. 3. നമ്മുടെ സംസാരം എപ്പോഴും സ്നേഹത്തോടെയാവട്ടെ. 4. എല്ലാവർക്കും നല്ലത് വരണേ എന്ന് മാത്രം ചിന്തിക്കുക. ഈ ഒരു ശീലം മതി, നമ്മുടെ മനസ്സിലെ പേടിയൊക്കെ മാറി നല്ലൊരു ശാന്തത കിട്ടും. രണ്ടാമത്തെ താക്കോലിലേക്ക് പോകുന്നതിനു മുൻപ് ഈ ഒരു വ്യത്യാസം നോക്കൂ. ഒരു സൈഡിൽ ഇനിയും വേണം, ഇനിയും വേണമെന്നുള്ള ആഗ്രഹം നമ്മളെ രോഗിയാക്കുന്നു. എന്നാൽ മറുഭാഗത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമ്മളെ ആരോഗ്യവാന്മാരാക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. യഥാർത്ഥ സന്തോഷം നമ്മൾ പുറത്ത് എവിടെയും തേടിപ്പോകേണ്ട ഒന്നല്ല. ഈ ഉദ്ധരണി ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ സമ്പൂർണ്ണ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിധി നമ്മുടെ ആത്മാവ് തന്നെയാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മളത് കണ്ടെത്തണമെന്ന് മാത്രം. അപ്പോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ താക്കോൽ, ആത്മസന്തോഷ്. അതായത് ആത്മസംതൃപ്തി. എനിക്ക് പുറത്തുനിന്ന് ഒന്നും വേണ്ട, എന്റെ സന്തോഷത്തിന് ഞാൻ മാത്രം മതി എന്നൊരു തിരിച്ചറിവുണ്ടല്ലോ, അതാണ് സംഭവം. ഈ ഒരു ഫീലിംഗ് മനസ്സിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളോ ടെൻഷനുകളോ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഇനി നമ്മൾ വരുന്നത് മൂന്നാമത്തെ അവസാനത്തെ താക്കോലിലേക്കാണ്. ഇത് ഒരു പക്ഷേ ഏറ്റവും സിമ്പിളും എന്നാൽ ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള ഒന്നാണ്.
ഈ ലോകത്തിലെ മറ്റ് ജീവികൾക്കൊന്നും കിട്ടാത്ത മനുഷ്യന് മാത്രം കിട്ടിയ ഒരു കഴിവ്. അതെ, അത് ശരിയാണ്. നമ്മുടെ എല്ലാ ടെൻഷനും സങ്കടങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല മരുന്ന്. നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും ഡൗൺ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിരാശ തോന്നുകയാണെങ്കിൽ, ഈ അത്ഭുത മരുന്ന് ഉപയോഗിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. വെറുതെ ഒന്ന് ചിരിക്കാനല്ല പുസ്തകത്തിൽ പറയുന്നത്, മറിച്ച് പൊട്ടിച്ചിരിക്കാനാണ്. ചിരിച്ചു വയറു വേദിക്കുന്ന അത്രയും ചിരിക്കാൻ. ഈ മരുന്നിന്റെ പവർ അതുപയോഗിച്ച് നോക്കുമ്പോഴേ നമുക്ക് ശരിക്കും മനസ്സിലാവൂ. അപ്പോ ഈ പറഞ്ഞ സൗഹൃദം, സംതൃപ്തി, പിന്നെ ചിരി, ഈ 3 താക്കോലും ഉപയോഗിച്ച് നമ്മൾ മനസ്സിനെ തുറക്കുമ്പോൾ എന്തായിരിക്കും കാണുക? യഥാർത്ഥ ആരോഗ്യത്തിന്റെ വിലമതിക്കാൻ പറ്റാത്തൊരു നിധി തന്നെ. ഈ ഒരു പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഒന്നിനെയും പേടിയില്ലാത്തൊരവസ്ഥ, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനം, നല്ല ശുദ്ധമായ ചിന്തകൾ, പേടി സ്വപ്നങ്ങളില്ലാത്ത നല്ല ഉറക്കം, എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷം, പിന്നെ എല്ലാത്തിനും മുകളിലായി ആരോഗ്യമുള്ള ഒരു ശരീരവും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടൂ. ആരോഗ്യം, ശക്തി, ഇതിന്റെയൊക്കെ ആ ദിവ്യമായ വെളിച്ചം ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ തന്നെ തിരിച്ചറിയൂ. പോകുന്നതിനു മുൻപ് ഈ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക. നിങ്ങളുടെ പുറത്തുള്ള ലോകമെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സുഖപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം താനേ സുഖപ്പെടും. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ താക്കോൽ മറ്റാരുടെയും കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഈ അറിവ് നിങ്ങൾക്കൊരു വഴികാട്ടിയാവട്ടെ. നന്ദി.